അതുകൊണ്ട് കേട്ടോ, എയിംസ് കിട്ടിയതാണ്. എയിംസിന് സ്ഥലം എടുത്തിട്ടേക്കുക. മുഖ്യമന്ത്രി പറയുന്നത് എവിടെ ആയാലും ശരി എയിംസ് കൊണ്ട് ആ സ്ഥലം ഇഷ്ടം പോലെ തരാമെന്ന് പറഞ്ഞത്. എത്ര 100 ഏക്കറോ 200 ഏക്കറോ എല്ലാം ഉണ്ട് കയ്യിൽ. പക്ഷേ എയിംസ്, ഇനിയിപ്പോൾ എയിംസ് മാറിയിട്ട് അതുപോലൊരു ആശുപത്രി നമ്മൾ തന്നെ തുടങ്ങേണ്ടി വരും. വീണ്ടും അധികാരത്തിലെത്തുന്ന ഇടതുമുന്നണി സർക്കാർ, മൂന്നാമതെത്തുന്ന പിണറായിയുടെ നേതൃത്വമുള്ള സർക്കാർ ഒരു എയിംസിന് തുല്യമായ ആശുപത്രി കേരളത്തിൽ ഉണ്ടാക്കുന്നതിനെ പറ്റി ആലോചിച്ചാൽ ഇവരുടെ പുറകിൽ ഇനി നമ്മൾ ഇതിനു വേണ്ടി പോകേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല. നമ്മൾ ഇത്രയൊക്കെ നടത്തുന്നില്ല. ഈ ഒരു സാമ്പത്തിക ഞെരുക്കമുണ്ടാക്കുമ്പോഴും ഭരണപരമായ ഞെരുക്കമുണ്ടാക്കുമ്പോഴും അനാവശ്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോഴും ഒക്കെയും നമ്മൾ അതിനെയെല്ലാം നേരിടാനുള്ള കരുത്തുള്ള ഇടതുമുന്നണി നേതൃത്വം കൊടുക്കുന്ന സർക്കാർ. ജനങ്ങൾക്കതറിയാം, അവരോടത് പറയണം. ഈ പ്രതിസന്ധിയിലെല്ലാം ഈ നാടിനെ നയിക്കാൻ കരുത്തുറ്റ നേതൃത്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. അത് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ശക്തമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കുറവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടോ? നെല്ല് സംഭരിക്കാൻ പറഞ്ഞാൽ നെല്ല് സംഭരിച്ചു സമയത്ത് തന്നെ. കർഷകൻ്റെ നെല്ല് സംഭരിച്ചില്ല എന്ന് പറഞ്ഞു. പാലക്കാടും കൃത്യസമയത്ത് തന്നെ സംഭരിച്ചു. ക്ഷേമ പെൻഷനുകൾ പ്രഖ്യാപിച്ചതുപോലെ കൊടുത്തു. കുടിശ്ശിയെല്ലാം തീർത്തു കൊടുത്തു. എന്ത് കുറ്റമാണ് ഈ സർക്കാർ ചെയ്തത്? ആരാണ്ടൊരുത്തൻ ശബരിമലയിൽ നിന്ന് മോട്ടിച്ചതിന് അവനെ പിടിച്ച് ജയിലിലിടണം. നമുക്കെന്ത്? നമ്മുടെ ആരെങ്കിലും ആണോ? അല്ലല്ലോ. ആര് മോട്ടിച്ചാലും പിടിച്ച് ജയിലിടുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അത് നിയമത്തിന് വഴിക്കാണ് പോകുന്നത്. തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടുമെന്നതിൽ സംശയം വല്ലതും ഉണ്ടോ? ആരെയാണ് ഇവിടെ സഹായിച്ചത്? ആരെയാണ് ഈ സർക്കാർ ഔട്ട് ഓഫ് ദ വേ ആയിട്ട് സഹായിച്ചത്? ആരെയും സഹായിച്ചിട്ടില്ല. സർക്കാർ സുതാര്യമായി മുന്നോട്ട് പോകുന്ന സർക്കാരാണ്. അഴിമതി ആരോപണങ്ങൾ നടത്തുന്നു. എന്തൊക്കെ അഴിമതി ആരോപണങ്ങൾ? ഈ റോഡിലിരിക്കുന്ന ഫൈൻ അടിക്കുന്ന ക്യാമറയെല്ലാം അഴിമതിയാണെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവും കേസ് കൊടുത്തു. മുൻ പ്രതിപക്ഷ നേതാവും ഡ്യൂപ്ലിക്കേറ്റ് പ്രതിപക്ഷ നേതാവും കേസ് കൊടുത്തു. രണ്ടുപേരും 1 and 2. പ്രതിപക്ഷ നേതാവ് 1, പ്രതിപക്ഷ നേതാവ് 2. അങ്ങനെ 1 and 2 കേസ് കൊടുത്തു. കോടതി കേസ് തള്ളിയിട്ട് പറഞ്ഞതിൽ അഴിമതിയില്ല, എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. വെറുതെ കൊടുക്കുക. പറഞ്ഞിട്ടൊരു വിശ്വാസം ആളുകൾക്ക് വരാത്തത് കൊണ്ട് എന്നാൽ കോടതി കൊടുത്തേക്കാൻ. ഹൈക്കോടതി പറഞ്ഞു സമയം മെനക്കെടുത്തെടുത്ത് പൊയ്ക്കോ എന്ന് പറഞ്ഞു. സമയം മെനക്കെടുത്തിയതിന് ഫൈൻ അടിച്ചില്ല എന്നുള്ളത് ഒഴിച്ചാൽ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. ഏത് ആരോപണമാണ്? ഇവിടെ പല ആരോപണവും പറഞ്ഞല്ലോ. ആരോ പണം വാങ്ങി എന്ന് പറയുന്നതല്ലാതെ ഇവിടെ അതൊന്ന് തെളിയിക്കൂ. ഈ 9 വർഷം പിന്നിടുന്ന ഈ സർക്കാർ, ഈ 9 വർഷം പിന്നിടുമ്പോൾ ഇത്രയും ദിവസം ആരോപണം ഉന്നയിച്ചാൽ ഒരു ആരോപണം അടിസ്ഥാനപരമായി തെളിയിക്കാനോ അതിനനുസൃതമായ പേപ്പറുകൾ ഒരു കോടതി മുമ്പാകെ സമർപ്പിക്കാനോ കഴിഞ്ഞിട്ടുണ്ടോ? 2 ദിവസം ആഘോഷിക്കും. 2 ദിവസം ആഘോഷിച്ച് കഴിയുമ്പോൾ ഇന്നെ കാണാനില്ല. പരമാവധി ഒരാഴ്ച ആഘോഷിക്കും. ഈ ആഘോഷമല്ലാതെ നമ്മളെ സംബന്ധിച്ച് ഒരു കാര്യം തുറന്നു പറയുന്നുണ്ടെന്ന് വരും. ചില മാധ്യമങ്ങൾക്ക് നമ്മളോട് നല്ല വിരോധമുണ്ട്. പിന്നെ അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഭരിക്കുന്നവനെതിരെ ചീത്ത പറഞ്ഞാലേ ആളുകൾ കാണത്തുള്ളൂ എന്നൊരു വികാരമുണ്ട്. ഞാൻ മീഡിയ രംഗത്ത് വന്നായിട്ട് അറിയാം, എപ്പോഴും ഭരണ സംവിധാനത്തിനെതിരെ പറയുന്നവർക്കാണ് കയ്യടി കൂടുതൽ കിട്ടുന്നത്. അല്ലാതെ ഭരണം കൊള്ളാം എന്ന് പറഞ്ഞാൽ ആരും കൈയടിക്കത്തില്ല. ആരും അത് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ അതാരും ലൈക്ക് ചെയ്ത് മുമ്പോട്ട് വിടത്തില്ല. എന്തെങ്കിലും കുഴപ്പം കണ്ടാൽ എന്നാൽ പിടിച്ചോ, അവൻ്റെ കുറ്റം വന്നിട്ടുണ്ട്, ഒരു 10 പേർ കഴിക്കും, പറ്റുമെങ്കിൽ ഒരു 100 പേർ കഴിക്കും. ഇത് മനുഷ്യ സഹജമായൊരു സ്വഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും കണ്ട് വിഷമിക്കേണ്ടതില്ല. പിന്നെ പഞ്ചായത്ത് ഇലക്ഷനെ ഓർത്ത് ആരും തളർന്നിരിക്കുകയും വേണ്ട. 10-20 ദിവസം മതി കാര്യങ്ങളൊക്കെ മാറി മറിയാൻ. സത്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി. ശബരിമലയുടെ പേരിൽ വോട്ട് പിടിച്ചവർ, ജാതിയുടെ പേരിൽ വോട്ട് പിടിച്ചവർ, വർഗീയത പറഞ്ഞവർ, അങ്ങനെ വോട്ട് പിടിച്ചവർ, ഇവരെല്ലാവരും മനസ്സിലാക്കണം, ആ കാലാവസ്ഥ മാറി തുടങ്ങിയിരിക്കുന്നു. സത്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കൊടുത്തു. സത്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഇപ്പം നമ്മളതിലൊരു വികാരമുണ്ട്. എന്നെ ഒരുത്തൻ കളിപ്പിച്ച് അവൻ പറഞ്ഞ ഞാൻ അതിനനുസരിച്ച് പ്രവർത്തിച്ചു. അവൻ പറയുന്ന കേട്ടോണ്ട് യവൻ പറഞ്ഞ കള്ളമാണെന്ന് പറഞ്ഞാൽ അവനായിരിക്കും പിന്നെ ഏറ്റവും വലിയ ശത്രു. ആ ശത്രുത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDF-നോടും BJP-യോടും കേരളത്തിലെ ജനങ്ങൾ കാണിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കേരളത്തിലെ ജനങ്ങളെ കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് കേരളത്തിലെ ജനങ്ങൾ തന്നെയാണ്. ഈ സംസ്ഥാന സർക്കാരിനെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കി കേരളത്തിന് നൽകേണ്ട പദ്ധതികൾ നൽകാതെ കേരളത്തിനെ ജനങ്ങളെ അധിക്ഷേപിക്കുന്ന സർക്കാരിനെ ഒന്നല്ല. നമുക്കെന്തോ സർക്കാർ ജനാധിപത്യമാണ്, ഒരാളുടേതല്ല, ഇതൊരു കൂട്ടായ്മയുടേതാണ്. ഒരു സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങളുടേതാണ്, ജനാധിപത്യമാണ്. ആ ജനങ്ങളെ, കേരളത്തിലെ ജനങ്ങളെ അധിക്ഷേപിക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ ഈ സമരം അനേക സമരങ്ങളിൽ ഏറ്റവും അവസാനത്തെ സമരമല്ല. ഇനിയും സമരങ്ങൾ ഉണ്ടാകും. നമ്മൾ നടന്ന ഈ സമരം വിജയിപ്പിക്കാൻ സഹകരിച്ച എല്ലാ സഖാക്കളും എല്ലാ സുഹൃത്തുക്കളെയും സഹോദരി സഹോദരന്മാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുത്തുറ്റ മുന്നേറ്റം നടത്തി കേന്ദ്ര അവഗണനയ്ക്കെതിരെ ശക്തമായ സമരവും ശക്തമായ നിലപാടുകളും എടുത്ത് മുന്നോട്ട് പോകും. ഈ രാജ്യത്ത് SIR നടത്തിയപ്പോൾ പ്രതിഷേധിച്ചതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. നോട്ട് നിരോധിച്ചപ്പോൾ പ്രതിഷേധിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. മനുഷ്യ മതിൽ തീർത്തു. അതുപോലെ പൗരത്വ നിയമം കൊണ്ടുവന്ന് ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന ന്യൂനപക്ഷ വിഭാഗത്തിലിട്ട പൗരന്മാരെ ഈ നാടിൻ്റെ അതിർത്തി കടക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ എതിർത്തതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രം എന്ന അഭിമാനത്തോടെ പറയാം. വേറെ ആരും സമരത്തിനാരും കണ്ടില്ല. ഡൽഹിയിൽ ആ സമരം ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിന് ശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ കർണാടകത്തിൽ ആ സമരം ഉണ്ടായില്ല.
മമതാ ബാനർജി പോലും സമരം ചെയ്തില്ല. ആകെ അതിനെതിരെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സമരം ചെയ്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രം. അതുകൊണ്ട് ഈ വർഗീയ ശക്തികളെ നേരിടാൻ കരുത്തുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കരുത്തു പകർന്നു ഈ സമര പോരാട്ടങ്ങളിൽ അണിനിരക്കണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമര പരിപാടികൾ പങ്കെടുത്ത എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.